ആരും മരിക്കാത്ത സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരന്റെ കഥയുണ്ട്. ആ ചെറുപ്പക്കാരൻ അച്ഛനമ്മമാരുടെ യാത്ര പറഞ്ഞ് നടന്നു തുടങ്ങി. വളരെ ദൂരം ചെന്നപ്പോൾ നെഞ്ചുവരെ താടിരോമം വളർത്തിയ ഒരു വയസ്സനെ അയാൾ കണ്ടു. മലയിൽ നിന്ന് പാറക്കഷണങ്ങൾ അടർത്തിയെടുത്ത് കൈവണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ആ വൃദ്ധൻ. യുവാവ് അയാളോട് ചോദിച്ചു, ഈ ആർക്കും മരണമില്ലാത്ത സ്ഥലം എവിടെയാണെന്ന് നിനക്കറിയൂ? കിഴവൻ മറുപടി നൽകി, എന്നോട് ഒരുമിച്ച് താമസിക്കൂ. ഈ മല മുഴുവൻ ഞാൻ അടർത്തിയെടുത്ത് കൈവണ്ടിയിൽ വെച്ച് അങ്ങ് ദൂരെ കൊണ്ടിടുന്നത് വരെ നിങ്ങൾ മരിക്കില്ല. അതെത്ര കാല? 100 കൊല്ലം. അതുപോരാ. വീണ്ടും ചെറുപ്പക്കാരൻ നടന്നു. ഏറെ ദൂരം അയാൾ സഞ്ചരിച്ചപ്പോൾ അരവരെ താടിമീശ വളർത്തിയ വേറൊരു വൃദ്ധനെ കണ്ടു. അയാൾ മരക്കൊമ്പുകൾ വെട്ടിയെടുക്കുകയായിരുന്നു കാട്ടിൽ നിന്ന്. അവസാനമില്ലാത്ത കാട്. ചെറുപ്പക്കാരന്റെ ചോദ്യത്തിന് അയാൾ ഉത്തരം പറഞ്ഞു, എന്നോട് ഒരുമിച്ച് താമസിക്കൂ. ഈ കാട്ടിലെ എല്ലാ മരങ്ങളും മുറിച്ചെടുക്കുന്നത് വരെ നിങ്ങൾ മരിക്കില്ല. അതെത്ര കാല? 200 കൊല്ലം. പോരെന്നറിയിച്ചിട്ട് യുവാവ് വീണ്ടും നടക്കുകയായി. ഏറെ ദൂരം ചെന്ന അയാൾ മറ്റൊരു വൃദ്ധനെ കണ്ടു. മുട്ടുവരെ താടിരോമം വളർത്തിയ അയാൾ സമുദ്രജലം കുടിക്കുന്ന താറാവിനെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നോട് ഒരുമിച്ച് താമസിക്കൂ. ഈ താറാവ് കടൽ വെള്ളം കുടിച്ച് തീരുന്നത് വരെ നിങ്ങൾ മരിക്കില്ല. അതെത്ര കാല? 300 കൊല്ലം. ചെറുപ്പക്കാരൻ പിന്നെയും നടന്നു. നടന്ന് അയാൾ ഒരു ദുർഗഹർമ്മ്യത്തിലെത്തി. കാൽവിരലോളം താടിരോമം വളർത്തിയ ഒരു വൃദ്ധനെ അവിടെ കണ്ട് യുവാവ് തന്റെ അഭിലാഷം അറിയിച്ചു. അതറിഞ്ഞ വൃദ്ധൻ, ആർക്കും മരണമില്ലാത്ത സ്ഥലം ഇത് തന്നെയാ, വരൂ. ചെറുപ്പക്കാരൻ അകത്ത് കയറി. അവിടെ താമസവുമായി. കാലങ്ങൾ ഒരുപാട് പിന്നിട്ടു. ഒരു ദിവസം അയാൾ കിഴവനോട് പറഞ്ഞു, അതെ, ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛനമ്മമാരോടൊന്ന് യാത്ര പറഞ്ഞിട്ട് വരാം. വൃദ്ധൻ മറുപടി നൽകി, ശതാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവരൊക്കെ മരിച്ചുപോയി. താൻ ജനിച്ച സ്ഥലമെങ്കിലും കണ്ടിട്ട് വരാമെന്നായി യുവാവ്. അത് കേട്ട് വയസ്സൻ പറഞ്ഞു, എന്നാൽ ലായത്തിൽ ചെന്ന് എന്റെ വെള്ള കുതിരയെ കെട്ടഴിച്ചെടുത്ത് കയറിപ്പോ. വായുവിന്റെ വേഗമാതിന് ഒരിക്കലും അതിന്റെ പുറത്തു നിന്ന് ഇറങ്ങരുത്. ഇറങ്ങിയാൽ നിങ്ങൾ മരിക്കും. യുവാവ് കുതിരപ്പുറത്ത് യാത്രയായി. താറാവ് കടൽ വെള്ളം കുടിക്കുന്നിടത്ത് അയാളെത്തി. കടലാകെ വറ്റി കട്ടം തറയായി മാറിയിരിക്കുന്നു. ഒരിടത്ത് വെളുത്ത കുറെ എല്ലിൻ കഷണങ്ങൾ മാത്രം. മുട്ടുവരെ താടി വളർത്തിയ വൃദ്ധന്റെ അസ്ഥികളാണവ. യുവാവ് യാത്ര തുടർന്ന് കാടായിരുന്ന സ്ഥലത്തെത്തി. അവിടം തരിശു ഭൂമി. മലയുണ്ടായിരുന്ന സ്ഥലത്ത് ചെറുപ്പക്കാരൻ ചെന്നു ചേർന്നു. മലയ്ക്ക് പകരം സമതലം. ഒടുവിൽ ജന്മദേശത്തെത്തിയപ്പോൾ അവിടെ ഒന്നുമില്ല. എല്ലാം മാറിയിരിക്കുന്നു. അയാൾ ദുർഗഹർമ്മ്യത്തിലേക്ക് തിരിച്ച് യാത്രയായി. അങ്ങനെ പോരുമ്പോൾ സന്ധ്യയോട് അടുത്ത സമയത്ത് ഒരു കാളവണ്ടി കണ്ടു. അതിൽ നിറച്ച് തേഞ്ഞ ബൂട്ട്സും ഷൂസും. വണ്ടിക്കാരൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, നോക്കൂ, വണ്ടിച്ചക്രം ചെളിയിൽ പൊതഞ്ഞു പോയി, എന്നെ ഒന്ന് സഹായിക്കൂ. തനിക്ക് കുതിരപ്പുറത്തു നിന്നിറങ്ങാൻ ഒക്കുകയില്ലെന്ന് ചെറുപ്പക്കാരൻ അറിയിച്ചെങ്കിലും വണ്ടിക്കാരന്റെ ദയനീയമായ അപേക്ഷയെ അയാൾക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം കൊണ്ട് ഇരുട്ട് വ്യാപിക്കും, എല്ലാം മരവിക്കും. ഞാൻ കിഴവൻ, നിങ്ങൾ ചെറുപ്പക്കാരൻ, എന്നെ സഹായിക്കൂ എന്നായി വണ്ടിക്കാരൻ. യുവാവ് ദയയ്ക്ക് അധീനനായി കുതിരയുടെ പുറത്തു നിന്നിറങ്ങി.
ഉടനെ അയാളെ പിടിച്ചുകൊണ്ട് വണ്ടിക്കാരൻ പറഞ്ഞു, നോക്കൂ, ഞാൻ ആരെന്നറിയാമോ? ഞാനാണ് മരണം. വണ്ടിക്കകത്ത് തേഞ്ഞ പാദരക്ഷകൾ കണ്ടോ? നിന്നെ അന്വേഷിച്ച് ഞാൻ ഓടിയത് കൊണ്ട് തേഞ്ഞു പോയ പാദരക്ഷകൾ. ഇപ്പോ എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞു. ആരും എന്നിൽ നിന്ന് രക്ഷ നേടുന്നില്ല. മഹാനായ സാഹിത്യകാരൻ ഇതലോ കാൽവിനോ സമാഹരിച്ച ഇറ്റാലിയൻ ഫോക്ക് ടെയിൽസ് എന്ന ഗ്രന്ഥത്തിലുള്ളതാണ് ഈ കഥ. കാലത്തിന്റെ നിർദ്ദയാവസ്ഥ, മരണത്തിന്റെ അനിവാര്യത, നിത്യതയ്ക്കായുള്ള അഭിലാഷം ഇവയൊക്കെ സ്ഥായിയായി നിലനിൽക്കുന്നു എന്നാണ് ഈ നാടോടി കഥ പറയുന്നത്.